ഹലോ മക്കളെ, അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന +1 ഒരു സ്റ്റോറി ആയിട്ടാണ്. ഈ സ്റ്റോറി അത്രയും സിമ്പിളായിട്ടുള്ളൊരു സ്റ്റോറിയാണ്, ഒരു മോട്ടിവേഷണൽ സ്റ്റോറി കൂടിയാണ്. ഈ സ്റ്റോറിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീഗിളാണ് കഥാപാത്രം. ഈ സീഗിൾ മലയുടെ മുകളിലാണ് ഇരിക്കുന്നത്. ഇതിന് ബ്രദേഴ്സ് ഉണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, ഫാദർ, മദർ, ഇതൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ ഈ സീഗിളിനൊരു പ്രത്യേകതയുണ്ട്. ഇവൻ മടിയനായ ഒരു സീഗിളായിരുന്നു. അച്ഛനും അമ്മയും കൊടുക്കണ ഭക്ഷണം കഴിച്ച് അവൻ ജീവിക്കുകയായിരുന്നു അവൻ്റെ പരിപാടി. പക്ഷേ പെട്ടെന്നാണ് അച്ഛനും അമ്മയും റിയലൈസ് ചെയ്തത് ഇവന് ഇനിയും ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ ഇനിയും പറക്കാൻ ശ്രമിക്കില്ല, സ്വന്തമായിട്ട് ഭക്ഷണം കണ്ടെത്തുകയില്ല. അതേസമയം ഇവൻ്റെ അനിയത്തിയും അനിയനൊക്കെയും ഇവൻ നോക്കുമ്പോൾ അവിടെ പുറത്ത് മലയ്ക്കപ്പുറം ആകാശത്ത് നല്ല ഉയർന്നും താഴ്ന്നും പറന്ന് നടക്കുകയാണ്. അവർ സെൽഫായിട്ട് ഭക്ഷണങ്ങളെ ഇരപിടിക്കുകയും എല്ലാം ചെയ്യാണ്. പക്ഷെ ഇവൻ ഇവൻ മടിയനായിട്ട് അവിടെ തന്നെ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് വിശപ്പ് താങ്ങാൻ പറ്റാണ്ട് ഇവൻ അവിടെ മുഴുവൻ അന്വേഷിച്ച് നടന്നു ഭക്ഷണം ഉണ്ടോയെന്ന്. പക്ഷെ അവന് ഭക്ഷണം ഒന്നും കിട്ടിയില്ല. അപ്പോൾ അവൻ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഷെല്ല്, ഈ മുട്ടയുടെ തൊണ്ട് വിരിഞ്ഞിട്ടാണല്ലോ നമുക്ക് ഈ കിളികളായാലും ഈ പക്ഷികളായാലും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അവൻ്റെ ഷെല്ല് തന്നെ കൊത്തി തിന്നാൻ നോക്കുകയാണ്. അപ്പോൾ അവനത് കൊത്തി തിന്നാൻ നോക്കിയപ്പോൾ അവനെ തന്നെ കഴിക്കണ മാതിരി തോന്നി. നമുക്ക് സ്റ്റോറിയിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, എത്രമാത്രം ഹംഗ്രി ആയിട്ടാണ് ആ ഒരു സീഗിൾ ഇരിക്കുന്നുണ്ടായിരുന്നതെന്ന് അല്ലേ. അപ്പോൾ ഈ ഇത്രയും ഹങ്കറാണ് അവനെ പ്രേരിപ്പിച്ചത്, പറക്കാൻ വേണ്ടിയിട്ട്. ആരും ഹെൽപ്പ് ചെയ്യാൻ പോണില്ല, അച്ഛനമ്മയും ഹെൽപ്പ് ചെയ്യാൻ പോണില്ല. അമ്മ ബീക്കിൽ കൊക്കിൽ അത് വെച്ച് കാണിക്കുന്നുണ്ട് മീൻ. പക്ഷേ അമ്മ ഒരിക്കലും അത് തനിക്ക് തരാൻ പോണില്ല, താൻ പറഞ്ഞു വരാണ്ട്. അപ്പം വിശന്ന് മരിക്കണേറ്റവും നല്ലതാണ് ശ്രമിച്ച് നോക്കി ഇനിയിപ്പോൾ അഥവാ ആ മലയുടെ മുകളിൽ നിന്ന് വീണ് മരിക്കണതെങ്കിൽ മരിക്കാമെന്ന് വെച്ചിട്ട്. പക്ഷേ അവനൊരു ഹോപ്പും അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. കാരണം ഇവൻ്റെ വിങ്സിൻ്റെ ഇടയിൽ കൂടെ കാറ്റ് പാസ് ചെയ്യുന്നുണ്ട്, അതും അവൻ കാണുന്നുണ്ട്. അപ്പോൾ അവൻ്റെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് എന്തിലേക്ക് ഇറങ്ങണത്, നമ്മുടെ ഈ ഒരു പറക്കാൻ വേണ്ടിയിട്ട് ആളിറങ്ങണത്. അപ്പോൾ നോക്കിയേ, സെൽഫ് മോട്ടിവേഷൻ, പാരൻസിൻ്റെ മോട്ടിവേഷൻ, എൻകറേജ്മെൻറ്റ്, ഇതൊക്കെയാണ് അവനെ പറക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചത്. അതുമാതിരി അവൻ്റെ ഹങ്കർ, എക്സ്ട്രീം ലെവൽ ഓഫ് ഹങ്കർ. അപ്പോൾ മനസ്സിലായി, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്തും നേടാൻ ശ്രമിക്കുള്ളൂ. ഇതിലൊരു മോട്ടിവേഷൻ കൂടെ നമുക്ക് തരുന്നുണ്ട്. ആവശ്യക്കാരാരാണോ അവരാണ് തേടി കണ്ടുപിടിക്കുക നമുക്ക് ആവശ്യമുള്ള സാധനം അല്ലേ. അല്ലാണ്ട് ആരും നമുക്ക് ഒന്നും തന്നെ കൊണ്ടുവന്ന് തരില്ല. അതേപോലെ തന്നെ ഈ സീഗിൾ പറന്നു, ഇത് ഒത്തിരി ശ്രമിച്ചിട്ട് ലാസ്റ്റ് ഇവൻ എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ച് പറന്നില്ലേ, അവൻ പറന്നു എന്ന് കണ്ടപ്പോൾ അവൻ്റെ ഫാമിലി, അച്ഛൻ, അമ്മ, സിസ്റ്റേഴ്സ് എല്ലാവരും ഇവനെ വട്ടമിട്ട് പറന്ന് അവനെ എൻകറേജ് ചെയ്യാണ്. അവൻ പറന്നല്ലോ ഇത്ര കാലത്തിന് ശേഷം. കാരണം അവനായിരുന്നു ആ വീട്ടിലെ മൂത്ത കുട്ടി. പക്ഷെ അവൻ്റെ താഴെയുള്ള അനിയനും അനിയത്തിയും ഒക്കെയും പറഞ്ഞിട്ട് അവന് ചെയ്യാൻ പറ്റിയിട്ടില്ല, പറക്കാൻ പറ്റിയിട്ടില്ല അവൻ്റെ പേടി കാരണം. പക്ഷെ അവൻ ആ ഫിയറിൽ നിന്ന് പുറത്തേക്ക് വന്നു, അവൻ്റെ ഭയത്തിൽ നിന്ന്. അപ്പോൾ അവൻ ഭയത്തിൽ നിന്ന് പുറത്ത് വന്നു. അതേപോലെ തന്നെ അച്ഛനും അമ്മയും അവന് എങ്ങനെയാണ് മീനെ കടലിൽ നിന്ന് എങ്ങനെയാണ് മീനെ പിടിക്കേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവണേ, ഒരു സപ്പോർട്ടീവ് ഫാമിലിയും അതുമാതിരി അവൻ്റെ ഒരു കറേജും അവൻ്റെ ഒരു സ്കിൽ, അവനെ തന്നെ ട്രസ്റ്റ് ചെയ്തൊരു മൊമെൻ്റാണ്. സോ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. എല്ലാവർക്കും വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഒരു മോട്ടിവേഷണൽ സ്റ്റോറി കൂടിയാണ് ഇത്. നമ്മുടെ ലൈഫായിട്ട് കമ്പയർ ചെയ്ത് നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. സെൽഫ് മോട്ടിവേഷൻ കൂടിയാണ് ഈ ഒരു സ്റ്റോറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സായിട്ട് പിന്നെ വരാം.